പ്രവർത്തിക്കുന്ന സംഘടനയായ വിദ്യാരംഗം കലാസാഹിത്യ വേദിക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. കേരള സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സംരംഭമാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദി. കുട്ടികളുടെ സർഗശേഷി വികസിപ്പിക്കുന്നതിന് വിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണിത്. മനുഷ്യത്വം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദിക്കുള്ളത്. നമ്മുടെ സ്കൂളിലെ ഈ വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കാനായി പോവുകയാണ്. സകലത്തിന്റെ അധുനാഥനും നമ്മെ എന്നും പരിപാലിക്കുന്നവരുമായ ദൈവത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Bind us together, Lord, bind us together with cords that cannot be broken. Bind us together, Lord, bind us together, Lord, bind us together in love. There is only one God, there is only one King, there is only one body, that is why we sing. Bind us together, Lord, bind us together with cords that cannot be broken. Bind us together, Lord, bind us together, Lord, bind us together in love. ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ കോർഡിനേറ്ററായ ജാൻസി ടീച്ചറെ ക്ഷണിക്കുന്നു. ഹാപ്പി മോർണിംഗ് ടു ഓൾ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹപ്രവർത്തകരെ, പ്രിയ കുട്ടികളെ, കുട്ടികളിലെ അജ്ഞതയാകുന്ന അന്ധകാരം അകറ്റി അറിവിന്റെ പ്രകാശം നൽകുക എന്നതിൽ കവിഞ്ഞ് ഇന്നത്തെ വിദ്യാഭ്യാസം വിഭാവനം ചെയ്യുന്നത് കുട്ടികളുടെ സമഗ്ര വളർച്ചയാണ്. ഈ സമഗ്ര വളർച്ച സാധ്യമാകണമെങ്കിൽ അവരിലെ കഴിവുകൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ ഓരോ കുട്ടിയിലും ഉണ്ടാകും. ഈ കഴിവ് കണ്ടെത്താനും പ്രചോദിപ്പിക്കാനും പരിപോഷിപ്പിക്കാനുമായി വൈവിധ്യമാർന്ന തനത് പ്രവർത്തനങ്ങളും ഇടപെടലുകളുമാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദി വിഭാവനം ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളുടെ ബഹുമുഖമായ കഴിവുകൾ കണ്ടെത്തുന്നതിനും വളർത്തുന്നതിനും ഉള്ള വേദിയായി ഇത് മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ബഹുമാന്യനായ ആന്റണി പൈനത്ര സാറാണ്. അദ്ദേഹം എറണാകുളം കൗൺസിലറായി സേവനം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ താല്പര്യത്തോടെ വരികയും ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയും ചെയ്യുന്ന സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹാർട്ടി വെൽക്കം സാർ. നമ്മുടെ വിദ്യാരംഗം കലാസാഹിത്യ വേദി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതയായ ശ്രീമതി രൂപ ജോർജ് ആണ്. ഗായിക, നർത്തകി, അധ്യാപിക, സംരംഭക, സോഷ്യൽ വർക്കർ, മോട്ടിവേറ്റർ, അങ്ങനെ നിരവധി വിശേഷണങ്ങൾക്ക് ഉടമയാണ് രൂപ മാം. നമ്മുടെ കുട്ടികളെ കാണുവാനും സഹായിക്കുവാനും വളരെ താല്പര്യത്തോടെ എത്താറുള്ള മാം ഇവിടുത്തെ ഓരോ കുട്ടിക്കും പ്രിയങ്കരിയാണ്. കൈവയ്ക്കുന്ന മേഖലകളിലെല്ലാം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച രൂപ മാമിനെ സ്നേഹാദരവുകളോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹാപ്പി വെൽക്കം മാം. സെന്റ് ജോസഫ് യു പി സ്കൂളിന്റെ ഓരോ സ്പന്ദനങ്ങളും തൊട്ടറിഞ്ഞ് ഓരോ നിമിഷവും സ്കൂളിന്റെ ഉന്നമനത്തിനായി അക്ഷീണം പ്രയത്നിക്കുന്ന നമ്മുടെ എച്ച്.എം. രാജ ടീച്ചറിനെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹാപ്പി വെൽക്കം ടീച്ചർ. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് സുജ മാമിനാണ്. ഡിവിഷൻ കൗൺസിലറായ സുജ മാം നമ്മുടെ സ്കൂളിന്റെ ഏതൊരു പ്രവർത്തനത്തിനും പരിപൂർണ്ണ പിന്തുണ നൽകാറുണ്ട്. സുജ മാമിന് സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഹാപ്പി വെൽക്കം മാം. ഏതൊരു സ്കൂളിന്റെയും പുരോഗതിക്ക് കാര്യക്ഷമമായ PTA കൂടിയേ തീരൂ. നമ്മുടെ സ്കൂളിന്റെ ഏത് ആവശ്യത്തിലും വളരെ താല്പര്യത്തോടെ എത്തുന്ന നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ തോമസ് അക്കനാഥ് സാറിനെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹാപ്പി വെൽക്കം സാർ. അടുത്തതായി നമ്മുടെ സ്കൂളിലെ എല്ലാ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ജാൻസി ടീച്ചർ.
നമ്മുടെ സ്കൂളിന്റെ ഉന്നമനത്തിനും അതിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും എന്നും നമ്മോടൊപ്പമായിരിക്കുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട എളംകുളം കൗൺസിലർ ശ്രീ ആന്റണി പൈനോത്തറ. നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗത്തിൽ സന്നിധിയായി ആയിരിക്കുന്ന എൻ്റെ സഹ കൗൺസിലറും ഈ ഡിവിഷൻ്റെ കൗൺസിലറും കൂടിയായ ശ്രീമതി സുജാതനപ്പൻ, ഈ യോഗം ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട രൂപ ജോർജ്, ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മുടെ വിദ്യാലയത്തിൻ്റെ എച്ച്.എം. രാജീവ് പാറക്കൽ, ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ശ്രീ തോമസ്, മറ്റ് സ്നേഹം നിറഞ്ഞ ടീച്ചേഴ്സ്, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമുക്കറിയാം വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഒട്ടനവധി കലാകാരന്മാരെയും കലാകാരിമാരെയൊക്കെ വളർത്തിയെടുക്കേണ്ട ഒരവസരമാണ് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം. ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, ഞാൻ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞങ്ങളൊക്കെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഇവിടെ ഇരുന്ന് പഠിച്ചു പോയവരാണ്. ഒട്ടനവധി വലിയ കലാകാരന്മാരെ ഈ വിദ്യാലയത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൽ തൊട്ടടുത്ത് താമസിച്ചിരുന്ന ഒരു നാഗേന്ദ്രൻ ചേട്ടൻ ഉണ്ടായിരുന്നു. നാഗേന്ദ്രൻ ചേട്ടൻ ഒത്തിരിയേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഖാദികന എന്ന രീതിയിൽ ഖാദികൻ്റെ അവാർഡ് ലഭിച്ച എറണാകുളം പൊന്നൻ, അദ്ദേഹം ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വളരെയധികം ഗാനങ്ങൾ പാടി നമ്മളെ ആസ്വദിച്ചിട്ടുള്ള റിമി ടോമിയോടൊപ്പം ഗാനം ആലപിക്കുന്ന പുഷ്പൻ എന്ന ചേട്ടൻ, പുഷ്പനും ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. ഒട്ടനവധി നാടൻ പാട്ടുകളും കലാരംഗങ്ങളിലൊക്കെ മികച്ചു നിൽക്കുന്ന ഒത്തിരിയേറെ വിദ്യാർത്ഥികളെ സംഭാവന ചെയ്യാൻ കടവന്ത്ര സെന്റ് ജോസഫ് UP സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും കഴിവുകളും പ്രാഗൽഭ്യവും ഒക്കെ എന്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് അത് വളർത്തിയെടുക്കുന്നതിനോട് വേണ്ടിയിട്ടാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദിയേക്ക് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതിനപ്പുറമായിട്ട് നമുക്കറിയാം, ഓരോ വിദ്യാർത്ഥിയിലേക്കും മനുഷ്യത്വം കടത്തിവിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, പരസ്പര സ്നേഹത്തോടു കൂടി ഒന്നിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ അത് വികസിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കില്ലാത്ത കഴിവുകളുടെ പുറകെ നമ്മൾ ഓടിയാൽ നമുക്കത് പ്രാബല്യത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല. ഒട്ടനവധി കൊച്ചു കൂട്ടുകാരൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കുക, നിങ്ങൾ സിനിമാ നടൻ മമ്മൂട്ടി അറിയോ? അറിയാലോ. മമ്മൂട്ടി നന്നായിട്ട് അഭിനയിക്കും, ഒത്തിരിയേറെ ഫിലിമൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പക്ഷെ മമ്മൂട്ടി ഡാൻസ് കളിക്കാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ കഴിവുകൾ മനസ്സിലാക്കിയെടുക്കണം. മമ്മൂട്ടിയുടെ പുറകെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സംവിധായകരെ ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടി നടന്നുണ്ട്, പക്ഷെ ഡാൻസ് കളിക്കാൻ പറ്റുന്നില്ല, ഡാൻസ് കളിയിൽ വിജയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ കഴിവ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈയിടെ അവാർഡ് കിട്ടിയ ഒരു അമ്മമ്മയെ അറിയോ നിങ്ങൾ? അറിയോ? അയ്യപ്പനും കോശിന്റെ സിനിമ കണ്ടിട്ടുണ്ട് എല്ലാവരും? കണ്ടിട്ടില്ലേ? അതിൽ ഒരു പാട്ടില്ലേ? ആ പാട്ട് പാടിയ അമ്മാമ്മയുടെ പേരെന്താ? ആ അമ്മാമ്മക്ക് അവാർഡ് കിട്ടി. വളരെ പ്രായം ചെന്നതിന് ശേഷമാണ് അമ്മാമ്മയുടെ കഴിവുകൾ ലോകം തിരിച്ചറിഞ്ഞത്, അല്ലേ? പക്ഷെ നമ്മുടെ കഴിവുകൾ ഈ വിദ്യാലയത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചറിയണം. എന്തൊക്കെയാണ് നമ്മുടെ കഴിവ്? നമ്മൾ ഡാൻസ് കളിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റൂ. നമ്മൾ പാട്ട് പാടി നോക്കിയാൽ മാത്രമേ നമുക്ക് പാട്ട് പാടാൻ പറ്റുമെന്ന് അറിയാൻ പറ്റൂ, അല്ലേ? നമ്മുടെ അപ്പച്ചനും അമ്മച്ചിക്കും, നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ടീച്ചേഴ്സിനൊക്കെ നമ്മുടെ സ്നേഹം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ സ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ കൂടി ഇവിടെ വെച്ച് പഠിക്കണം. ഇവിടെ വെച്ച് പരസ്പരം സ്നേഹിച്ചും ലാളിച്ചും ഒക്കെ അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഭാവിയിലും അതിന് തുടർന്നു കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മുടെ എന്തെല്ലാം വികാരങ്ങളുണ്ടോ അത് പ്രകടിപ്പിക്കാൻ പഠിക്കണം.
സ്നേഹം ഉള്ളിലുണ്ടായിട്ട് അത് പ്രകടിപ്പിക്കാൻ പറ്റിയില്ല എങ്കിൽ അത് വിജയത്തിലേക്ക് എത്താൻ പറ്റില്ല. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മളെ ചേർത്ത് പിടിച്ചത് സ്നേഹിച്ചില്ല എങ്കിൽ, നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ സ്നേഹിച്ചില്ല എങ്കിൽ നമുക്ക് ആ സ്നേഹം തിരിച്ചറിയാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ പറ്റണം. നമ്മുടെ ഉള്ളിൽ കലാപരമായ കഴിവുണ്ടെങ്കിൽ, കായികപരമായ കഴിവുകളുണ്ടെങ്കിൽ, നമുക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ടെങ്കിൽ, പാട്ടുപാടാൻ കഴിവ്, ഇതൊക്കെ നമ്മൾ ഈ വിദ്യാലയ കാലഘട്ടത്തിൽ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞിട്ട് എന്താണോ നമ്മുടെ കഴിവ് അത് നമ്മുടെ ടീച്ചേഴ്സൊക്കെ നമ്മളെ സഹായിക്കും. അതിനുള്ള വേദിയാണ് ഈ സാഹിത്യവേദിയൊക്കെ നമുക്ക് അവസരം ഒരുക്കുന്നത്. അപ്പോൾ നമ്മൾ മടിച്ചു നിൽക്കരുത്. നമ്മൾ 100 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ 25 പേര് മാത്രമേ അവരുടെ കഴിവുകൾ തിരിച്ചറിയുന്നുള്ളൂ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയുള്ളവർ മടിച്ചു മാറി നിൽക്കുക. ആ അറിയുന്ന 25 പേരിൽ 25% മാത്രമേ പ്രകടിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അവസരം എപ്പോഴും കിട്ടണമെന്നില്ല. ഏറ്റവും കൂടുതൽ അവസരം കിട്ടുന്നത് എപ്പോഴാണെന്നറിയോ? ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ്. നമ്മുടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങളോട് ചോദിച്ചാൽ പറയും 10ാം ക്ലാസ് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി, അതുപോലെ എന്തൊരു ബുദ്ധിമുട്ടാണ്, പഠിക്കണം, ടീച്ചേഴ്സിന്റെ വർക്ക് കേൾക്കണം, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ വർക്ക് കേൾക്കണം. പക്ഷേ നിങ്ങളോട് ഞാൻ പറയുന്നു, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വളർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടമാണ്. എത്രയോ കൂട്ടുകാരാണ് നിങ്ങൾക്കുള്ളത്. എന്ത് ഫ്രീ ആയിട്ട് നിങ്ങൾ നടക്കുന്നത്. ഇവിടെ കടന്നു വന്നു കഴിഞ്ഞാൽ 2 വർഷക്കാലം നിങ്ങൾ വീട്ടിലിരുന്നു, പലരും ഭയങ്കരമായിട്ട് ബോറടിക്കും. നമ്മുടെ ഫ്രണ്ടില് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ ചെടികളില്ല എങ്കിൽ ഇതിന്റെ ഭംഗി, ഇത്രയും ഭംഗി ഇവിടെ കിട്ടില്ല. അപ്പൊ നന്നായിട്ട് ചെടികൾ വളർത്തണം. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും, കേട്ടിട്ടില്ലേ? ഇതൊക്കെ പാടുമ്പോൾ മനസ്സിലേക്ക് അത് കയറണം. നമ്മളായിട്ട് ഈ പ്രകൃതിയെ ഒരു കാരണവശാലും മലിനപ്പെടുത്തരുത്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി മാറിക്കൊടുക്കേണ്ട പ്രകൃതിയെ അല്ലേ? ഒരു കാരണവശാലും പ്രകൃതിയെ മോശമാക്കരുത്. രണ്ടാമത് ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയുക. പാട്ടുപാടാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ? ഈ അവസരങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസരങ്ങൾ കുറയും വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് പാട്ടുപാടാൻ കഴിവുണ്ടോ? ഇവിടെ വെച്ച് തിരിച്ചറിയണം. നമുക്ക് ഡാൻസ് ചെയ്യാൻ കഴിവുണ്ടോ? ഇവിടെ വെച്ച് തിരിച്ചറിയണം. നമുക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിവുണ്ടോ? ഇവിടെ വെച്ച് തിരിച്ചറിയണം. നമുക്ക് ഓടാൻ കഴിവുണ്ടോ? തിരിച്ചറിയണം. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് ഏതാണ് നമ്മുടെ കഴിവെന്ന് അത് പ്രോത്സാഹിപ്പിച്ചെടുക്കണം. അതിന് പിന്നിൽ നിൽക്കാൻ ടീച്ചേഴ്സും എച്ച്എം ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒട്ടനവധി ആളുകൾ നിങ്ങളുടെ ഒപ്പം കൂടും. അപ്പോൾ ഇവിടെ വെച്ച് തിരിച്ചറിയുക, പരസ്പരം നന്നായിട്ട് സ്നേഹിക്കുക, വീട്ടിലെ അച്ഛനമ്മമാരോടൊക്കെ നന്നായിട്ട് സ്നേഹം പ്രകടിപ്പിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ സ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിൽ അറിയാൻ പറ്റില്ല. അത് അച്ഛനമ്മ മാത്രം ഇങ്ങോട്ട് തരുന്നത് ചിന്തിക്കരുത്. നിങ്ങൾ അവരെ കൂടി സ്നേഹിക്കണം. ഫ്രണ്ട്സിനോട് പെരുമാറുന്ന പോലെ അച്ഛനോട് പെരുമാറണം, സ്നേഹം കാണിക്കണം, സ്നേഹം പ്രകടിപ്പിക്കണം. അപ്പോൾ എല്ലാവരും തയ്യാറല്ലേ? റെഡി? അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ എത്രയും പെട്ടെന്ന് തിരിച്ചറിയുക. പാടാൻ കഴിയുന്ന ഒരു മടിയും കൂടെ പാടണം, ഡാൻസ് ചെയ്യാൻ കഴിയുന്നത് ഡാൻസ് ചെയ്യണം. അതിനുള്ള അവസരമാണ് ഈ കലാ സാംസ്കാരിക വേദിയുമായി സാഹിത്യ വേദിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുക്കി തരുന്നത്. ഇതിവിടെ സംഘടിപ്പിച്ച നമ്മുടെ പ്രിയങ്കരിയായ എച്ച്എമ്മിനും ഇതിനു വേണ്ടിയിട്ട് ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന രൂപ ജോർജ് മാഡത്തിനും, അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഡിവിഷനിലെ മുഴുവൻ കാര്യങ്ങളും, നമ്മുടെ ഡിവിഷനിലെ കൗൺസിലറാണ് സുജാൻജി. അറിയാം, സുജാൻജി എപ്പോഴും നിങ്ങളോടൊപ്പം വരും. ഇവിടെ ഈ ഡിവിഷനിലെ മുഴുവൻ കാര്യങ്ങളും സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഒരുക്കി തരുന്നത് സുജാൻജിയാണ്. സുജാൻജിക്കും അതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ വികാരി അച്ഛൻ. നിങ്ങൾ ഈ 2 വർഷം കഴിഞ്ഞ് ഇവിടേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങളുടെ വിദ്യാലയത്തിന്റെ ഭംഗിയൊക്കെ കൂട്ടി ഒരുപാട് നന്നായിട്ട്. ഞങ്ങൾ പഠിക്കുമ്പോൾ ഇത്രയും ഭംഗിയൊന്നുമില്ല സ്കൂളിന്. ഓടിട്ട കെട്ടിടങ്ങളാണ്. ഇവിടെയും അപ്പുറത്തൊക്കെ ആയിട്ട് ഓടിട്ട കെട്ടിടങ്ങളായിരുന്നു മുഴുവൻ. ഇതൊക്കെ മാറി നല്ല സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തന്നു വികാരി അച്ഛൻ. അതിന് വേണ്ടിയിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടി. PTA ഭാരവാഹികളൊക്കെ നമ്മുടെ തോമസങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ ഇതിന്റെ പുറകെ ഓടി നടന്ന് എല്ലാം സഹകരിച്ച് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ വേദിയിൽ നമുക്കറിയാം, നമ്മുടെ അവസരങ്ങൾ മുതലാക്കാനും നമ്മുടെ മനുഷ്യത്വം വളർത്തിയെടുക്കാനും നമ്മുടെ കഴിവുകൾ ബോധ്യപ്പെട്ട് തിരിച്ചറിയാനൊക്കെയുള്ള അവസരത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇതിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവും അന്വേഷണവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി. താങ്ക് യു സർ. അടുത്തതായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീമതി രൂപ മാമാണ്. ബിസിനസ് കുടുംബത്തിൽ ജനിച്ച് രുചിക്കൂട്ടുകളുടെ ലോകത്ത് സ്വന്തമായി സാമ്രാജ്യം പടുത്തുയർത്തിയ ഒരു സംരംഭകയാണ് രൂപ ജോർജ്. കൂടാതെ കലാരംഗത്തും വളരെ നന്നായി ശോഭിക്കുന്ന ശ്രീമതി രൂപ ജോർജ് ഭരതനാട്യത്തിലും വീണ വായനയിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ബിസിനസ് തിരക്കുകൾക്കിടയിലും സമൂഹത്തിന് നന്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ
ഒരു സോഷ്യൽ വർക്കറായി പ്രവർത്തിക്കുന്ന രൂപ ജോർജിനെ വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഹെഡ് മിസ്ട്രസ് രാജി ടീച്ചർ, ബഹുമാനപ്പെട്ട കൗൺസിലർ സുജ ലോലത്ത്, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, വളരെയധികം സന്തോഷം തോന്നുന്നു. ഇന്നിപ്പോൾ നമ്മൾ വളരെ നല്ല അർത്ഥവത്തായിട്ടുള്ള ഒരു പ്രസംഗമാണ് ഇപ്പോൾ കേട്ടത്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഈ വിദ്യാരംഗ കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ആ യാത്രയിൽ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഓസ്ട്രേലിയയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം ഈ ജൂലൈ ഓഗസ്റ്റ് മാസം എന്ന് പറയുമ്പോൾ NRIയുടെ ഒരു അറൈവലും അവരുടെ നമ്മളുടെയൊക്കെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന മാസമാണ്. അപ്പോൾ അവർ ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സ്കൂളിൻ്റെ പരിപാടിക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് അവരും ഇതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അവർ ഓസ്ട്രേലിയയിലാണ്. അവരിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ മെന്റൽ ഹെൽത്ത്, മാനസിക ആരോഗ്യം, അതാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ പറയാൻ കാരണം നമ്മുടെ കല, ഇന്നിപ്പോൾ ഈ വിദ്യാരംഗ കലാസാഹിത്യ വേദി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, അല്ലേ? അതുപോലെ തന്നെ ഡ്രോയിങ് ഉണ്ട്, ചിത്രകലയുണ്ട്, ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഗാർഡനിങ്, അതുപോലെ തന്നെ ഗാർഡനിങ് ഉണ്ട്, ഒരുപാട് മേഖലകളുണ്ട്. അപ്പൊ അതും നമുക്ക് എന്തെങ്കിലും ഒരു കല നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് നമുക്ക് എന്നും ഒരു ഉന്മേഷവും സന്തോഷവും ആനന്ദവും പകർന്നു തരുന്നതാണ്. നമുക്കറിയാം ഇന്നിപ്പോൾ നമുക്ക് ടെക്നോളജി വളരെയധികം മുന്നോട്ടാണ് നിൽക്കുന്നത്, ശരിയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സ്മാർട്ട് ഫോണൊക്കെ വളരെ ഇഷ്ടമല്ലേ? സ്മാർട്ട് ഫോൺ, അങ്ങനെയുള്ള ഗാഡ്ജറ്റ്സ്, ഓൺലൈൻ ഗെയിംസ്, ഇതൊക്കെ നമ്മളെല്ലാവരും ഇന്നത്തെ തലമുറ അത് ഉപയോഗിക്കുകയാണ്. ഇന്നിപ്പോൾ മാതാപിതാ ഗൂഗിൾ ദൈവമായോ എന്ന് വരെ സംശയമുണ്ട്, അല്ലെ? അപ്പൊ അത് ആ രീതിയിലാണ് നമ്മൾ ഇതെല്ലാം ഗൂഗിൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ മനോരമയിൽ വായിച്ചു, നമ്മളെല്ലാവരും വായിച്ചതല്ലേ നമ്മുടെ ആ പ്രളയത്തിനെയൊക്കെ കുറിച്ച്. കഴിഞ്ഞ ആഴ്ച മൊത്തം നിങ്ങൾക്ക് അവധിയായിരുന്നല്ലോ, കുറെ റെയിൻ ഹോളിഡേ. അപ്പൊ അതില് പല വണ്ടികൾ ഇങ്ങനെ വെള്ളത്തിൽ വീണ് അപകടം സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ട് ഞാൻ മനോരമയിൽ വായിക്കുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പല വാഹനങ്ങളും ഇതുപോലെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് അശ്രദ്ധയോടുകൂടിയാണ് പിന്നെ അവർ വെള്ളത്തിലോട്ട് വീണത്. മാത്രമല്ല ഗൂഗിൾ മാപ്പ് പലപ്പോഴും അപ്ഡേറ്റ് ചെയ്യാതെ നമ്മളിപ്പോ പല കാര്യങ്ങളും നമ്മൾ കണ്ണടച്ച് ഗൂഗിളിലുണ്ടല്ലോ എന്ന് പറഞ്ഞ അവസാനം ഇതുപോലെ വെള്ളത്തിലോട്ടൊക്കെ വീഴാനായിട്ട് ഇടവരും. അപ്പൊ നമ്മള് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മൾ ഇരിക്കുക. ഒരുപാട് കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയുള്ള ദിനങ്ങൾ ഒരു ദിനം മാത്രമായിട്ട് നമ്മൾ എടുക്കരുത്. നിങ്ങൾക്കറിയാം സ്കൂള് തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് ദിനങ്ങളുണ്ട്. പരിസ്ഥിതി ദിനം, അല്ലേ? പിന്നെന്തൊക്കെ ദിനമുണ്ട്? യോഗാ ദിനം നിങ്ങൾ ആചരിച്ചില്ലേ? വായനാ ദിനം, പിന്നെന്തൊക്കെ ദിനം ആചരിച്ചു? ഹിരോഷിമ ദിനമൊക്കെ വരുന്നേ ഉള്ളൂ, അല്ലെ? അപ്പൊ ഒരുപാട് ദിനങ്ങള് നിങ്ങൾ ആചരിക്കുകയുണ്ടായി, അല്ലെ? വൈക്കം മുഹമ്മദ് ബഷീർ ചരമദിനം, APJ അബ്ദുൽ കലാം ഓർമ്മ ദിനം, ലഹരി വിരുദ്ധ ദിനം, ഒരുപാട് ദിനങ്ങൾ ആചരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ദിനം മാത്രമാക്കി നിങ്ങൾ ഈ വിദ്യാരംഗ കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം അങ്ങനെ എടുക്കരുത്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ട്. നമ്മളിപ്പോ ആ ഒരു മെഴുകുതിരി, ആ ഒരു തിരി തെളിച്ചതുപോലെ ഇന്ന് നമ്മുടെയൊക്കെ ഉള്ളിൽ, നമ്മുടെയൊക്കെ ഒരു ഹൃദയത്തിൽ ആ തിരി തെളിയണം. ലൈറ്റഡ് ടു ലൈറ്റൻ, നമ്മുടെ ആ ഉള്ളിലെ പ്രകാശം നമ്മൾ കണ്ടെത്തണം. ഇവിടെ ബഹുമാനപ്പെട്ട കൗൺസിലർ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഈ വിദ്യാലയത്തിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം ഒരുപാട് പ്രശസ്തരുടെ കഴിവുള്ളവരുടെ പേരെല്ലാം പറഞ്ഞു. അതുപോലെ ഇനിയും വരാനിരിക്കുന്ന വർഷങ്ങളിൽ നിങ്ങളുടെയൊക്കെ പേര് ഇനി ഇവിടെ ഓരോ പരിപാടി നടക്കുമ്പോൾ ഇവിടെ പഠിച്ചുപോയ 6ാം ക്ലാസ്സിലുണ്ടായിരുന്ന അവരൊക്കെ ഈ ഒരു പ്രശസ്തിയുടെ ആ ഒരു അവരവരുടെ കഴിവുകൾ കണ്ടെത്തി ഈ വിദ്യാലയത്തിൽ പഠിച്ചതാണ് എന്ന് പറയാനായിട്ട് ഇടവരണം. അപ്പൊ അതിന് നമ്മൾ റെഡിയല്ലേ? അപ്പൊ നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മൾ നമ്മുടെ കഴിവുകൾ കണ്ടെത്തുക. അപ്പൊ നമ്മൾ ഈ ഓരോ നിമിഷവും അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ ഞാനിപ്പോ ഇവിടെ നേരത്തെ പറഞ്ഞു, നൃത്തം, സംഗീതം, പിന്നെ ചിത്രകല എന്നിവ മാത്രമല്ല കലകളിൽ ഉൾപ്പെടുത്തേണ്ടത്. നന്നായി സംസാരിക്കുക, അതൊക്കെ തന്നെ ഒരു കലയാണ്. നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നത്, ആ സംസാരിക്കുന്ന കാര്യം മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യുക, സംസാരിക്കാൻ പറ്റുന്നത് ഒരു കലയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നത്, ഇവിടെ കൗൺസിലർ പറഞ്ഞു നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം. കാരണം സഹായിച്ചില്ലെങ്കിൽ, നമ്മുടെ ഉള്ളിൽ നന്മയില്ലെങ്കിൽ, ഒരു അനുകമ്പ, ആർദ്രത, ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ല.
അപ്പോൾ നമ്മൾ ആ ഒരു സഹായിക്കാനുള്ള രീതി അതും ഒരു കലയാണ്. ഇന്നെല്ലാം നമ്മൾ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്ന് ഒരുപാട് അവസരങ്ങളുടെ ഒരു കാലമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പത്രം വായിക്കുമ്പോൾ കണ്ടു, ഓഗസ്റ്റ് 1 മുതൽ 15 തീയതി വരെ മനോരമയിൽ ചിത്രഭാരതം എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു ഹെഡ്ലൈൻസ് എപ്പോഴും വളരെ വ്യത്യസ്തമായിട്ട് പല കലാകാരന്മാര് അവരുടെ ചിത്രകലയാൽ ഒരുക്കിയതാണ്. വിദ്യാധരൻ എന്നുള്ള കലാകാരനിൽ നിന്ന് തുടങ്ങി അങ്ങനെ ആ ഒരു തലക്കെട്ട് എന്നും വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ കൊണ്ട് ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പേപ്പറിൽ തലക്കെട്ടിൽ 2 കാൽപാദങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതില് സ്ത്രീകളെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്ത്രീകള് കാലുറച്ച് അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മളുടെ ആ ഒരു കഴിവുകളും ഒക്കെ പ്രകടിപ്പിക്കാൻ ഇന്ന് ഒരുപാട് അവസരങ്ങളുണ്ട്, ഒരുപാട് ടാലന്റുകളും മത്സരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് നല്ല അതുപോലെ തന്നെ സുഹൃത്തുക്കളെ കണ്ടെത്താനുമുള്ള ഒരു വേദിയാണിത്. ഈ ഒരു വിദ്യാലയ സമയത്ത് നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ്, കാരണം നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വളരുകയുള്ളൂ. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു, ലോക ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിരുന്നു. അപ്പൊ അതിൽ 6 പതിറ്റാണ്ട് 60 years ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഞാൻ വായിച്ചു. ഇതുപോലെ സ്കൂളിൽ നിന്ന് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പ് 1ാം ക്ലാസ് മുതൽ അവർ ഒരുമിച്ചായിരുന്നു. കണ്ണൂർ ജില്ലയിലെ 2 പേരെ കുറിച്ചാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയും സൗഹൃദങ്ങളുണ്ട്. അവർ ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് അവർ ജോലി ചെയ്യുന്നു. അവർ ആ രീതിയിൽ നമുക്ക് നമ്മുടെ ബന്ധങ്ങളെയൊക്കെ നമുക്ക് രൂപപ്പെടുത്താനും ഒക്കെ നമുക്ക് ഈ വിദ്യാലയ ജീവിതം നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളപ്പോൾ കണ്ണു തുറന്ന് നോക്കുക, കാണേണ്ടത് കാണുക, കേൾക്കേണ്ടത് കേൾക്കുക, പറയേണ്ടത് പറയുക. അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നന്മ വളരുക എന്ന് മാത്രമല്ല, നമുക്ക് മാക്സിമം കൊടുക്കാനും, അതായത് ഗിവർ ആണ് ലോകത്ത് ഏറ്റവും സമ്പന്നയായിട്ടുള്ള വ്യക്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗിവർ എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ മാത്രമല്ല, നമ്മുടെ സമയം, നമ്മുടെ ടാലന്റ്, നമ്മുടെ സ്കിൽസ്, നമ്മുടെ നോളജ് ഇതെല്ലാം കൊടുക്കുന്നത് അതും ഒരു ഗിവിംഗ് ആണ്. അപ്പോൾ അത് തന്നെയാണ് ഇന്ന് ലോകത്തിന് ആവശ്യവും. കാരണം ഇന്നിപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് വാട്സാപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, എല്ലാ രീതിയിലും സോഷ്യൽ മീഡിയ വളരെ പവർഫുൾ ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ അതുപോലെ തന്നെ ഇന്ന് സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ ഇത് ആരോട് ചോദിച്ചാലും അത് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് അതിജീവിക്കാനായിട്ട് നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മൾ തന്നെ വിചാരിക്കാതെ നമുക്കൊന്നും സാധിക്കത്തില്ല. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും പേപ്പറിലൂടെയും ന്യൂസിലൂടെയൊക്കെ ശ്രദ്ധിച്ചോ? ഇപ്പൊ ഈ ഒരു മിന്നൽ പ്രളയത്തില് ചാലക്കുടി പുഴയിൽപ്പെട്ട ഒരു ആനയെ കുറിച്ച് നിങ്ങൾ കണ്ടോ? ആന മണിക്കൂറോളം ആ ഒരു മിന്നൽ പ്രളയത്തിൽപ്പെട്ട് അപ്പുറത്തെ കരയിലോട്ട് എത്താൻ സാധിക്കാതെ മരണവെപ്രാളത്തിൽ അങ്ങനെ ഫയർഫോഴ്സും വൈൽഡ് ലൈഫും ഒക്കെ നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ. പക്ഷെ അത് ഉച്ചയോടുകൂടി അത് ഒരു തുരുത്തിലോട്ട് കഴിയും. ഇത് വളരെ സിംബോളിക് ആയിട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഇതുപോലെ തന്നെയായിട്ട്. നിങ്ങൾ ഇപ്പോൾ കൊച്ചുകുട്ടികളാണ്, പക്ഷെ നിങ്ങൾ വലുതായി വരുമ്പോൾ നമ്മൾ തന്നെ വേണം പ്രതിസന്ധികളൊക്കെ അതിജീവിക്കാൻ. അതിനു വേണ്ട ഒരു ഉൾക്കരുത്തും ശക്തിയും ധൈര്യവും മനോധൈര്യവും ഒക്കെ നമുക്ക് ഈ വിദ്യാലയ ജീവിതത്തിൽ നിന്ന് ലഭിക്കണം. അപ്പൊ ആരൊക്കെ ഉണ്ടെങ്കിലും തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ തന്നെ പോരാടി, നമ്മൾ തന്നെ നീന്തി അപ്പുറത്തെ കരയിലോട്ട് എത്തേണ്ടി വരും. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഒരു നല്ല നല്ല ചിന്തകളോടുകൂടി മറ്റുള്ളവരെ സഹായിച്ചും. ഇപ്പൊ നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം നമ്മൾ ഇനിയും തിങ്കളാഴ്ച ആഘോഷിക്കില്ലേ, ഡയമണ്ട് ജൂബിലി. നിങ്ങളെല്ലാം അതിന് റെഡി ആയില്ലേ? ഇപ്പൊ നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്തല്ലോ. അപ്പൊ ആ സ്വാതന്ത്ര്യത്തിൽ നമുക്കറിയാം ബാപ്പുജി, ചാച്ചാജി, നേതാജി ഇവരുടെയൊക്കെ നിങ്ങൾ എല്ലാവരും റെഡിയാണോ? പാട്ടുകളും കാര്യങ്ങളും പദ്യങ്ങളും ഒക്കെ ആയിട്ട് തിങ്കളാഴ്ച ആഘോഷിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ആ ഒരു വഴിയിലൂടെ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം, വാല്യൂ മനസ്സിലാക്കി നമുക്ക് എല്ലാവർക്കും നന്മകളും ഉണ്ടാവട്ടെ. ഈ പറഞ്ഞതുപോലെ പരിസ്ഥിതിയും പ്രകൃതിയെയും ഒക്കെ കാത്തു സൂക്ഷിച്ച് മരങ്ങളും ചെടികളും ഒക്കെ നട്ടു വളർത്തി ഭൂമിക്ക് ഒരു കൂട അങ്ങനെയുള്ള ആ ഒരു ആശയത്തോടുകൂടി വേസ്റ്റിന് മാക്സിമം നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം എല്ലാം ഇല്ലാതാക്കി നമുക്ക് നല്ല ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളം അതുപോലെ ആക്കിയെടുക്കുകയും നമ്മുടെ ഭാരതം നമുക്കൊരു വലിയൊരു രാഷ്ട്രമാക്കി വലിയൊരു അഭിമാനത്തിലേക്ക്, നാനാത്വത്തിൽ ഏകത്വം അല്ലെ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ശക്തി, ഏറ്റവും വലിയൊരു കരുത്ത്, വൈവിധ്യം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകളും എല്ലാ നന്മകളും നിങ്ങളുടെ കഴിവുകളും ടാലന്റുകളും ഒക്കെ നിങ്ങൾ കണ്ടെത്തി നന്നായി നിങ്ങൾ വിരിഞ്ഞ് മറ്റുള്ളവർക്ക് സുഗന്ധം പരത്തുകയും നന്മയും വെളിച്ചവും പ്രകാശവും പരത്തുന്ന നല്ല നല്ല മാലാഖകളായി ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു രൂപ മാം. അടുത്തതായി സമ്മാനദാനമാണ്.
ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് നടത്തിയ കളറിംഗ് കോമ്പറ്റീഷനിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനദാനം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ഡിവിഷൻ കൗൺസിലർ ശ്രീമതി സുജാന വർമ്മയെ ക്ഷണിക്കുന്നു. ശ്രീമതി രാജു ടീച്ചറിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ ആന്റണി ഭരദ്വാജ് സർ പോയി, ഉദ്ഘാടക ശ്രീമതി രൂപ മാം, ഡിവിഷൻ കൗൺസിലർ ശ്രീമതി സുജ മാം, PTA പ്രസിഡന്റ് ശ്രീ തോമസ് ആക്കരൻ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സഹപ്രവർത്തകരെ, ഏതൊരു പ്രതിസന്ധിക്കും ഇടയിൽ ഒരാശ്വാസം, അതാണ് കലയും സാഹിത്യവും. അതിനുള്ള ഒരു വേദിയാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദി. കേരള സർക്കാരിൻ്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സംരംഭമാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദി. പഠനത്തോടൊപ്പം കുട്ടികളുടെ നൈസർഗികമായ കഴിവുകളെ കണ്ടെത്തി വികസിപ്പിച്ച് അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുകയും ചെയ്യുക എന്നതാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ദേശം. ഈ വർഷം മുഴുവനും വിദ്യാരംഗത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ നടത്തപ്പെടുന്നു. ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ജാൻസി ടീച്ചറും സിൻഷ ടീച്ചറുമാണ്. എല്ലാ കുട്ടികൾക്കും ഇതിൻ്റെ ഭാഗഭാഗമാകാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള കലകളെ, സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുവാനും പരിപോഷിപ്പിക്കുവാനും നിങ്ങൾക്ക് മാനസികോത്സാഹം നൽകാനും ഈ കൂട്ടായ്മ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ടീച്ചർ. നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ഡിവിഷൻ കൗൺസിലറായ ശ്രീമതി സുജാ ലോലപ്പൻ. ആശംസകൾ അർപ്പിക്കുന്നതിനായി ശ്രീമതി സുജാ ലോലപ്പനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സാഹിത്യം ഉദ്ഘാടനം ചെയ്യാനും ഇവിടെ അധ്യക്ഷനായിട്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും 54 ഡിവിഷന്റെ കൗൺസിലറും ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ ആലിനെ ബേന്ദ, ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്ത ശ്രീമതി രൂപ ജോർജ്, നമ്മുടെ ഇവിടുത്തെ പ്രിയപ്പെട്ട നിങ്ങളുടെ എൻ്റെയും പ്രിയപ്പെട്ട HR ശ്രീമതി രാജു ടീച്ചർ, നമ്മുടെ പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ തോമസ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ നല്ലൊരു പ്രസംഗം എല്ലാവരും കാഴ്ചവെച്ച് കഴിഞ്ഞു അല്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് അസൂയ തോന്നുന്നേ. കാര്യം ഇന്നത്തെ സർക്കാർ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി ഓരോ കുട്ടികളിലും നിങ്ങളുടെ വ്യക്തിത്വ വികസന വളർച്ചയോടൊപ്പം തന്നെ നിങ്ങളുടെ കലാസാഹിത്യ അഭിരുചികളെ കൂടി ഉന്നതിയിലേക്ക് ഉയർത്താൻ തക്ക വിധം ഉള്ള സംവിധാനങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെ കാലത്തൊന്നുമില്ല. കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ഡാൻസിന് ചേരണമെങ്കിൽ 10 രൂപ കൊടുക്കണം. ഒരു മാസം 10 കൊടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് 4 ക്ലാസ് കിട്ടുള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യും? നമ്മൾ തന്നെ കളിക്കും. അപ്പോൾ കളി ശരിയാവോ? ഇല്ല. ഇന്ന് നിങ്ങളെ നിയന്ത്രിക്കാൻ, നിങ്ങൾക്ക് ഓരോ കാര്യത്തിനും നിങ്ങളോടൊപ്പം നിൽക്കാൻ നിങ്ങളുടെ ടീച്ചേഴ്സ്, നിങ്ങളുടെ മാതാപിതാക്കൾ എല്ലാത്തിലും കൂടുതൽ നിങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നുണ്ട് ഇല്ലേ? അതൊരു വലിയ കാര്യമല്ലേ? ഇല്ലേ കുഞ്ഞുമക്കളെ? നേരത്തെ രൂപമാനും ആന്റണി പരിതറെ കൗൺസിലർ പറഞ്ഞതുപോലെ ഓരോ കുട്ടിയുടെ ഉള്ളിലുമുള്ള നൈസർഗികമായ വാസനകൾ, സർഗവാസനകൾ വളർത്തിയെടുക്കാനായിട്ട് തയ്യാറാവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ വന്നു കഴിഞ്ഞു. ഇത് അങ്ങനെയല്ല. കുട്ടികളെല്ലാം പഠിക്കണം. എല്ലാവർക്കും പണ്ടത്തെ കാലത്തൊന്നും പറഞ്ഞാൽ എല്ലാവർക്കും പട്ടിണി, പരിവട്ടം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു. അത് പിള്ളേർ ഡാൻസും പാട്ടും ഒക്കെ കളിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീച്ചർമാർ അല്ലെങ്കിൽ ടീച്ചർമാർ അത് കഴിഞ്ഞിട്ട് കാരണം കേട്ടോ, നമ്മുടെ കാര്യങ്ങൾ നോക്കണം. പക്ഷെ ഇന്നതല്ല. കലയാണെങ്കിലും സാഹിത്യമായാലും നമ്മുടെ ജീവിതമാർഗമായിട്ട് കൊണ്ടുനടക്കാൻ തക്ക വിധം നമ്മൾ ചിന്തിക്കുന്നില്ലേ? ഡാൻസ് മാത്രമല്ല കല
അല്ലേ? പാട്ട് മാത്രമല്ല കല. നമ്മളൊരു ടൈലർ പോലും ഒരു വലിയ കലാകാരനാണ്. ഒരു ആർക്കിടെക്റ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പണ്ടൊക്കെ നമ്മളൊരു കൽപ്പണിക്കാരനെയോ മരപ്പണിക്കാരനെയോ പറയുമ്പോൾ അയാൾ മരപ്പണിക്കാരനാ അല്ലെങ്കിൽ കൽപ്പണിക്കാരനാ. പക്ഷെ അവരുടെ അത്രയും അഭിരുചിയോടുകൂടെ എത്ര വീടുകളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്, ഇല്ലേ? നല്ല ഭംഗിയായിട്ട് വളർന്നിരിക്കുന്ന വീടുകളാണ്. നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത അത്രയും കലാവാസന അവരുടെ ഉള്ളിൽ നൈസർഗികമായിട്ടുള്ളത് അവർ തന്നെ അതിനെ എന്താ പറയുക, അതിനെ വളർത്തിയെടുത്ത് കൊണ്ടുവന്ന കാര്യങ്ങളുണ്ട്. മരത്തിനൊക്കെ കൊത്തിവെച്ച ശില്പങ്ങൾ കണ്ടിട്ടുണ്ടോ? ശില്പിയായിട്ട് ആരും ജനിക്കുന്നില്ല, എല്ലാവരും കുഞ്ഞു കുട്ടികളായിട്ട് ജനിക്കുന്നതാണ്, ഇല്ലേ? ആ കുഞ്ഞു കുട്ടികൾ അവരവരുടെ അഭിരുചിക്കൊത്ത വിധം അവരവരുടെ വാസനകൾ, പഠനം മാത്രമല്ല, പഠനം ഒരിക്കലും പിന്നോട്ടൊന്നും പറയാൻ പാടില്ല കേട്ടോ. എല്ലാ കാര്യത്തിലും കോമ്പറ്റീഷൻ ഉണ്ട്, ഇല്ലേ? ഒരു സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു 1/2 മാർക്കിന്റെ വ്യത്യാസത്തിലായിരിക്കും ഒരാൾ കയറി പോണത് എന്ന് വെച്ചാൽ ആരും തളരണ്ട. എല്ലാവരുടെ ഉള്ളിലും ഇതല്ലെങ്കിൽ വേറെ ഒന്ന്. നമ്മുടെ ആന്റണി കൗൺസിലർ പറഞ്ഞ പോലെ മമ്മൂട്ടിക്ക് ഡാൻസ് കളിക്കാൻ അറിയാൻ പാടില്ല, പക്ഷെ ഡാൻസ് കളിക്കാൻ അറിയാൻ പാടില്ലെങ്കിലും അദ്ദേഹം എത്രമാത്രം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു, ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു വാസനയാണ്. അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള കഴിവ്, അത് പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ്. അഭിനയം മാത്രമായതുകൊണ്ട് അല്ല പുള്ളി അങ്ങനെ എത്ര ഇതായത്, തന്മയത്വത്തോടെ അത് അഭിനയിക്കാനുള്ള കഴിവാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോ ഒരാളെ വിഷമിക്കണ്ട കേട്ടോ. എല്ലാവരും വലിയ വലിയ കലാകാരന്മാരും കലാകാരികളും എഞ്ചിനീയറും ഡോക്ടേഴ്സും ഇവിടെ നിന്ന് തന്നെ എത്രയോ നമ്മുടെ സ്റ്റുഡൻസ് വലുതായി എത്ര മേഖലകളിൽ എത്തിയിട്ടുണ്ടെന്ന് പറയും. ഭാഗ്യം ചെയ്ത പിള്ളേരാണ് നിങ്ങളോട്. സെന്റ് ജോസഫ് സ്കൂളിന്റെ കീഴിൽ നിങ്ങൾ പഠിക്കുന്നത് തന്നെ നിങ്ങൾക്കൊരു ഭാഗ്യമായിട്ട് നിങ്ങൾ കാണണം. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും 7:30 ക്ലാസ് തുടങ്ങുന്ന സ്കൂളിലേക്ക് അയക്കും. എന്താണ്, അവർ 6 മണി അല്ല 5 മണിയാകുമ്പോൾ അവർ എഴുന്നേറ്റ് അവർക്ക് നിൽക്കാനും പറ്റണില്ല, ഭക്ഷണം കഴിക്കാനും സമയമില്ല, അല്ലേ? അവരെങ്ങനെയെങ്കിലും അവരുടെ അമ്മമാർ എങ്ങനെയെങ്കിലും 6:30 ആകുമ്പോൾ അല്ല 6:45 സ്കൂൾ ബസ്സുകളിൽ എത്തിച്ച് അവരവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല. പക്ഷെ ഇന്നിപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങളുടെ ടീച്ചേഴ്സ്, നിങ്ങളെ പോലെ ഓരോ കുട്ടികളുടെ കൂടെയും നിങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ട്, അല്ലേ? നിങ്ങളൊരു സ്ഥലത്ത് പിന്നോക്കം നിന്നാൽ ആ പിന്നോക്കം നിന്ന കുട്ടിയെ ഏറ്റവും മുന്നിലെത്തിക്കാൻ പരിശ്രമിക്കുന്ന ടീച്ചേഴ്സാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അത് അനുഭവം കൊണ്ട് നമ്മൾ അറിയുന്നതാണ്, ഇല്ലേ? സാധാരണ കുട്ടികളുടെ മാതിരിയല്ല. നിങ്ങളെല്ലാവരും നല്ല മക്കളാണ്, ഇല്ലേ? മക്കളെ നമ്മൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് സത്യമാണ്. മാതാവും പിതാവും ഗുരുവും കഴിഞ്ഞിട്ടാണ് ദൈവം. എന്ന് വെച്ചാൽ ദൈവത്തിന് 1-ാം സ്ഥാനമാണ്. പക്ഷെ ഈ 3 പേരും കൂടെ ചേരുമ്പോഴാണ് ദൈവമാവുന്നത്, ഇല്ലേ? നമ്മൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുമ്പോൾ, നമ്മൾ ടീച്ചേഴ്സിനെ അനുസരിക്കുമ്പോൾ, മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കരുണ അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ ബഹുമാനം അതെല്ലാം കൊടുക്കുന്നത് നമ്മൾ ദൈവത്തിനാണ്. അറിയോ? നമ്മൾ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്താൽ ദൈവം നമ്മളോടുകൂടെ ഉണ്ടാവും. നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കാര്യം മാത്രം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ആശംസാ പ്രസംഗത്തില്, ഒരു കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയരുത്. എനിക്കത് ചെയ്യാൻ പറ്റും. ഐ വിൽ ഡു. ഞാനത് ചെയ്യും. അതാണ് നിങ്ങൾ പറയണത്. പാട്ടുപാടി അപ്പൊ ആരെങ്കിലും പറഞ്ഞു സുഖത്ര ശരിയായില്ല. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ പാടണം. ഡാൻസ് കളിക്കാൻ നിങ്ങൾ കളിക്കണം. നമ്മളുടെ ഓരോ കഴിവുകളും നമ്മൾ വികസിപ്പിച്ചെടുക്കണം. ഇല്ലെങ്കിൽ എനിക്ക് പാട്ട് പാടാൻ കഴിയില്ല, ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാടാൻ പറ്റുമോ? ഡാൻസ് കളിക്കാൻ പറ്റില്ല, നമുക്ക് കളിക്കാൻ പറ്റുമോ? ചില വാസനകൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കിട്ടുന്ന വാസനകളുണ്ട്. പക്ഷെ ചില വാസനകൾ, ചില കാര്യങ്ങൾ നമുക്ക് പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. നല്ല നല്ല ഡ്രസ്സുകളൊക്കെ നമ്മൾ ഇടുന്നില്ലേ? അത് നല്ലൊരു ടൈലർ നന്നായിട്ട് തയ്ച്ചാലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. എത്ര നല്ല തുണി നമ്മൾ കൊണ്ടേ കൊടുത്താലും നമ്മൾ പറയുന്നത് പോലെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് തുന്നി കിട്ടുമ്പോൾ നമ്മളത് ഇടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, ഒരു കോൺഫിഡൻസ്, അത് വളർത്തിയെടുക്കണം. അപ്പൊ അവന്റെ ഉള്ളിലും ഒരു കലാകാരനുണ്ട്, അല്ലേ? കലയില്ലാത്ത ഒരു തൊഴിലുമില്ല. എല്ലാ കാര്യത്തിലും ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിൽ ആനിമേഷൻ ചെയ്യുന്നില്ലേ? നിങ്ങൾ ഈ മിക്കി മോശം ചാടി പോകുന്ന സാധനങ്ങൾ ഞാനിങ്ങനെ എടുത്ത് നോക്കാറുണ്ട്. ഇത് ഇങ്ങനെയാണ് ഇവർ ചെയ്യണത്. പക്ഷെ കാർട്ടൂൺ എനിക്കറിയാൻ പാടില്ല. എന്നിരുന്നാലും അവര് നിങ്ങളെ പിടിച്ചിരുത്താൻ തക്ക വേണം.
കുറെ ഉണ്ടല്ലോ. ആ മിക്കി മൗസ് അല്ലാതെ കുറെ വേറെ ഉണ്ടല്ലോ. അതെന്താണുള്ളത്? ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ. അതെ, എന്താ പാട്ട് പാടിയേ? നാടെന്ന് പറയാൻ പാടില്ല കേട്ടോ. നാണിച്ചിരിക്കരുത്. ആരെങ്കിലും ചിരിച്ചോട്ടെ, ആരെങ്കിലും പറഞ്ഞോട്ടെ. ഒരു ചെറിയൊരു കാര്യം കൂടി പറയാം. നിങ്ങൾ മാറി നിൽക്കുന്നതെന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഇവിടെ എല്ലാവരും ഒരുവിധം എല്ലാവർക്കും തന്നെ എന്നെ അറിയാവുന്ന ഒരാളാണ്. സുജാത എന്ന് പറഞ്ഞാൽ അറിഞ്ഞില്ലേ? ആനി സുജാത പറഞ്ഞാൽ ദിവസം അറിയാത്തവരാരുമില്ല. മോണാക്ട്, പെണ്ണാക്ടിലെ ഡാൻസ്, പാട്ടില്ല, പ്രസംഗം, എല്ലാത്തിനും കയറും. പാട്ട് പാടാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ പള്ളിയിൽ പാടാൻ ചെന്ന് നിന്നപ്പോൾ ഒരു ടീച്ചർ എൻ്റെ ഡാഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ പത്രോസേട്ടാ ആ മോളാങ്ങോട് മാറ്റി, അത് പാടാൻ ശരിയാവണില്ല. അപ്പൊ എൻ്റെ കണ്ണുകൾ ഒരുപാട് നിറഞ്ഞു കഴിഞ്ഞു. കാരണം എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാൽ മൂക്കുകൊണ്ട് പാടുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു, ഐവി എന്ന് പറഞ്ഞു. അവരെ പാടാൻ നിർത്തി. അന്ന് എനിക്ക് വന്ന ദേഷ്യവും സങ്കടം എന്തായിരുന്നു പറയും. പക്ഷെ അന്ന് മുതൽ ഇന്ന് ഇതുവരെ എനിക്ക് പാടാൻ പേടിയാണ്. ഞാൻ പാടില്ല. നമ്മളൊരു ടൂർ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ തിളങ്ങണത് എവിടെയെന്ന് അറിയും. നമ്മൾ പാട്ട് പാടുമ്പോൾ ഒരു അന്താക്ഷരി കളിച്ചു കഴിഞ്ഞാൽ 2 വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എന്താ പാടാൻ കഴിയില്ലാത്ത ഞാൻ പോയി പാടിയാലേ പണി കിട്ടും, ഇല്ലേ? പക്ഷെ എനിക്ക് പറ്റിയ ഒരു അബദ്ധം നിങ്ങൾക്ക് വരാൻ പാടില്ല മക്കളെ, ഒരിക്കലും വരരുത്. അവർ പാടാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വാശി പിടിച്ച് പാടിയിരുന്നെങ്കിൽ, പക്ഷെ എൻ്റെ ഡാഡി എനിക്ക് പറഞ്ഞു തന്നെ എന്താ പറയുക, മോളെ പാട്ടല്ലേ നിനക്കില്ലാത്തോളൂ, ബാക്കി എല്ലാത്തിനും മറ്റുള്ളവരെക്കാളും മികച്ചതാണെന്ന്. പക്ഷെ അവിടെയും ഒരു പോസിറ്റീവ് കോൺഫിഡൻസ് എനിക്ക് തന്നു. അല്ല നിന്നെ കൊണ്ട് പറ്റില്ല, നീ പോകുന്നല്ല പറഞ്ഞത്, എല്ലാത്തിനും മീതയാണ്, അവർക്കില്ലാത്ത കുറെ കഴിവുകൾ നിനക്കുണ്ട് എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പോലും ഞാൻ നിൽക്കില്ലായിരുന്നു, അല്ലേ? ഒരു സ്റ്റേജിൽ കാണുമ്പോൾ പേടിച്ചോടി പുറകെ എഴുതി പോവുക പറ്റില്ല. നിങ്ങൾ ചിരിക്കോ കരയോ എന്ത് വേണമെങ്കിലും സ്റ്റേജിൽ ഞാൻ കാണിക്കും, നിങ്ങൾക്കിഷ്ടം. പക്ഷേ ഞാൻ എൻ്റെ കഴിവുകൾ വളർത്തിയെടുക്കണമെങ്കിൽ ഞാനതിന് മുന്നിട്ടിറങ്ങണം. ആ മുന്നിട്ടിറങ്ങാത്ത ഒരു പോയിന്റായിരുന്നു ഈ പാട്ട്, ഇല്ലേ? ആ പാട്ട് എൻ്റെ ജീവിതത്തിൽ ഇന്നും എനിക്കൊരു സങ്കടമായിട്ട് എൻ്റെ ഉള്ളിലുണ്ട്. ആ ടീച്ചറെ കണ്ട അന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞേനെ, പക്ഷെ എന്ത് ചെയ്യാനായിട്ടാ, പിന്നെ ടീച്ചറിനെ കണ്ടില്ല. ടീച്ചർ അവിടെ നിന്ന് സ്ഥലം മാറി പോയി, കണ്ണൂർക്ക് പോയി. വന്ന് താമസിക്കുന്ന ടീച്ചറായിരുന്നു. അവര് ടീച്ചറെ കണ്ട മറ്റേ കാറ്റഗിസത്തിൻ്റെ ടീച്ചറാ, ഞാൻ സ്കൂളിലെ ടീച്ചർമാരെന്ന് പറയാൻ പറയില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ കിട്ടിയ ഒരു ചെറിയ മുറിവ് ഇന്നും അത് വളരെ സങ്കടത്തോടുകൂടി എനിക്ക് നിൽക്കുന്ന ഒരു മുറിവാണ്. പക്ഷെ അതൊരിക്കലും നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പൊ എല്ലാവരോടും നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഈ കലാ സാഹിത്യം നന്മകൾ, ഓരോരുത്തരും നിങ്ങളിലുള്ള നന്മകളും നിങ്ങളിലുള്ള കലാവാസനകളും ഒത്തിരി ഉയർത്തിക്കൊണ്ടുവരുവാൻ സർവേശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കവിതാലാപനത്തിനായി കുമാരി ആർദ്ര മുരളീഷിനെ ക്ഷണിക്കുന്നു. പിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ടുജ്വല സമരകഥ, അത് പറയുമ്പോൾ എന്നുടെ നാടിൽ അഭിമാനിക്കാൻ കഥയില്ലേ? അറിയാം നിങ്ങൾക്കൊരു കഥയല്ലത് പൊരുതും വർഗ ചരിത്രത്തിൽ ഉടനീളം ചുടുചോരയിൽ എഴുതിയ തുടുതുടെ നിൽക്കും പരമാർത്ഥം, തുടുതുടെ നിൽക്കും പരമാർത്ഥം. പണ്ടിവിടത്തെ തൊഴിലാളികളെ കണ്ടിട്ടുള്ളവരുണ്ടാകും, അവരെ കണ്ടാൽ സമുദായത്തിൽ അടിമുടി കരികേറും. എഴുന്നേൽക്കാൻ വഴി എന്തിനും ഒന്നാൽ വിളികളിലൊക്കെ തീരും. ഒന്നിച്ചൊന്നിച്ചെതിരിട്ടപ്പോൾ ചെന്നിലമൊഴുകി ചോലകളിൽ. നന്ദി. താങ്ക് യു ആർദ്ര. അടുത്തതായി സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടത്തിയ പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷനിൽ വിജയികളായവർക്ക് സമ്മാനം നൽകുന്നതിനായി PTA പ്രസിഡന്റ് ശ്രീ തോമസ് ആക്കനത്തിനെ ക്ഷണിക്കുന്നു. സെക്കൻഡ് പ്രൈസ് നിത്യാനന്ദ വേറ്റി. UP വിഭാഗം ഫസ്റ്റ് പ്രൈസ് ഡോളൻ ദാസ്. സെക്കൻഡ് പ്രൈസ് സാവിയോ തോമസ്. PTA പ്രസിഡന്റ് ശ്രീ തോമസ് ആക്കനത്ത് അദ്ദേഹത്തെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ശ്രീ ആർമി പൈന്ദ്ര, ഈ പ്രത്യേകമായ
സുദിനത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിച്ചേർന്ന വിശിഷ്ടാതിഥിയും ഉദ്ഘാടകയുമായ സംരംഭക ശ്രീമതി രൂപ ജോർജ്, നമ്മുടെ പ്രിയപ്പെട്ട ഡിവിഷൻ കൗൺസിലർ സുജാ ലോലപ്പൻ, പ്രധാന അധ്യാപിക ശ്രീമതി രാജി പാറയ്ക്കൽ ടീച്ചർ, മറ്റ് അധ്യാപകരെ, വിദ്യാർത്ഥികളെ, നമ്മുടെ മാതൃഭാഷയുടെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. വിവിധ ആസ്വാദനങ്ങളിലേക്ക് നമുക്ക് പറന്നുയരാൻ മാതൃഭാഷ ചിറകുകൾ നൽകുന്നു. ഇന്നിവിടെ ചിറക് വയ്ക്കുവാൻ പോകുന്ന ഈ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തനങ്ങൾ മനുഷ്യത്വം നിറയുന്ന സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ്. കുഞ്ഞു മനസ്സുകളിൽ സർഗാത്മകത ഉടലെടുക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ്. എനിക്കുള്ളതെല്ലാം സമൂഹത്തിന് സമർപ്പിക്കുക, എനിക്ക് ആവശ്യം വേണ്ടത് സമൂഹത്തിൽ നിന്ന് സ്വീകരിക്കുക എന്ന മഹത്തായ ആശയം കുട്ടികളിലും സമൂഹത്തിലും വളർത്തിയെടുക്കുവാൻ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിദ്യാലയം എന്നത് ഒരു സാംസ്കാരിക പാഠശാലയാണ്. വിദ്യാഭ്യാസമോ മൗലിക അവകാശമാണ് നമുക്ക് നൽകുന്നത്. കലയുടെ ലക്ഷ്യം മനുഷ്യ നന്മയാണ്. ഒരിക്കൽ കൂടി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട പ്രധാന അധ്യാപകയ്ക്കും മറ്റു ടീച്ചേഴ്സിനും ഇവിടുത്തെ മാനേജ്മെന്റിനും കുട്ടികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഇത് ഏറ്റവും മഹത്തായ ഒരു പ്രവൃത്തിയായി മാറുവാനും കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുവാനുള്ള വേദിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. ഏറെ വിശേഷങ്ങൾ അറിയിക്കുന്ന വ്യക്തിയാണ് ഇന്നത്തെ ഉദ്ഘാടക ശ്രീമതി രൂപ ജോർജ്. ഗായിക, നർത്തകി, വീണാവാദക, അധ്യാപിക, മോട്ടിവേറ്റർ, സംരംഭക, സാമൂഹ്യ പ്രവർത്തക, ടെലിവിഷൻ അവതാരക എന്നിങ്ങനെ വിശേഷങ്ങൾ ഏറെയുള്ള വ്യക്തിത്വം ശ്രീമതി രൂപ ജോർജിനെ ഡാൻസ് പെർഫോമൻസിനായി ക്ഷണിക്കുന്നു. ನಗುಮೋ ಓ ಮೂಗನಲೆ ನೀನಾ ಜಾಲಿ ತಿಳಿಸಿ ನಗುಮೋ ಮೂಗನಲೆ ನೀನಾ ಜಾಲಿ ತಿಳಿಸಿ ನನು ಬ್ರೋವಾರಾಧ ಶ್ರೀ ರಘುವರ ನೀನಗುಮೋ. ನಗರಾಜ ಧರಣಿದು ಪರಿವಾರು ನಗರಾಜ ಧರಣಿದು ಪರಿವಾರು ಹೋಗಿ ಬೋಧನ ಜೇಸೆ ವಾರಲುಗಾರೆ ಇದುಲುಂಡು ದುರಾನಿ ನಗುಮೋ ಮೂಗನ್ನಲೆ ನಿನಾ ಜಾಲಿ ತಿಳಿಸಿ ನಗುಮೋ ಮೂಗನ್ನಲೆ ನೀನಾ ಜಾಲಿ ತಿಳಿಸಿ ನನು ಬ್ರೋವಾರಾಧ ಶ್ರೀ ರಘುವರ ನೀನಗುಮೋ. ನಗರಾಜ ಧರಣಿದು ಪರಿವಾರು ಲೆಲ್ಲ ನಗರಾಜ ಧರಣಿದು ಪರಿವಾರು ಲೆಲ್ಲ
അടുത്തതായി ഗ്രൂപ്പ് ഡാൻസ് അവതരിപ്പിക്കുന്നതിനായി 7th സ്റ്റാൻഡേർഡിലെ ഡോളൻ ആൻഡ് പാർട്ടിയെ ക്ഷണിക്കുന്നു. தவிக்கிது மால டம் டம் மஞ்சர டம் டம் மாத்து அடிக்க மங்கள டம் டம் ஓல டம் டம் ஒதுக்கு டம் டம் ஓங்கி தட்டிக்கும் புத்திக டம் டம் மால டம் டம் மஞ்சர டம் டம் மாத்து அடிக்க மங்கள டம் டம் ஓல டம் டம் ஒதுக்கு டம் டம் ஓங்கி தட்டிக்கும் புத்திக டம் டம் மத்தள டம் டம் மத்தள டம் டம் மத்தள டம் டம் தட்டிக்கும் முத்திக டம் டம் நீயும் வந்தா நல்ல நேரம் சட்டென ஆரம்பமாகுமே உன்னை கை பிடிச்சா இந்த நாள் பண்டிகை தேதியில் சேருமே அசஞ்சா வந்து நித்திர கெடுக்கும் சித்தன்ன கோயில சித்திரமே நினப்பா வந்து சக்கர சுத்துற டம் டம் மஞ்சர டம் டம் மாத்து அடிக்க மங்கள டம் டம் ஓல டம் டம் ஒதுக்கு டம் டம் ஓங்கி தட்டிக்கும் முத்திக டம் டம் மால டம் டம் மஞ்சர டம் டம் மாத்து அடிக்க மங்கள டம் டம் ஓல டம் டம் ஒதுக்கு டம் டம் ஓங்கி தட்டிக்கும் முத்திக டம் டம் അവതരിപ്പിക്കുന്നത് കുമാരി ശ്രാവണി മീന. મને ભૂલો બધી વાત પ્રેમની આ મૌસમ છે अब आओ मेरे पास रह जाओ मेरे साथ प्रेमनी आ मौसम छे होई गई रात મને ભૂલો બધી વાત પ્રેમની આ मौसम छे अब आओ मेरे पास रह जाओ मेरे साथ प्रेमनी आ मौसम छे मिल जाए मुझको अगर साथ तेरा तो भूलूं मैं सारा तारा छबीला तारा रंगीला तारा रंग वेद जुए तारी बात छोगाला तारा ओरे छबीला तारा ओरे रंगीला तारा रंग वेद जुए तारी बात रे
सारी सारी रात। छुप छुप के मुझे देखा तू कर सारी सारी रात, सारी सारी रात। मिल जाए मुझको अगर साथ तेरा तो भूलूं मैं सारा जहां। सोगाड़ा तारा, चबीला तारा, रंगीला तारा, रंग बेर जुए तारी बात। सोगाड़ा तारा, ओरे चबीला तारा, ओरे रंगीला तारा, रंग बेर जुए तारी बात रे। આવી ગઈ રાત અને ભૂલો બધી વાત, પ્રેમની આ મૌસમ છે। अब आओ मेरे पास, रह जाओ मेरे साथ, प्रेमनी आ मौसम छे। આવી ગઈ રાત અને ભૂલો બધી વાત। उड़ी उड़ी जाए दिल की पतंग देखो, उड़ी उड़ी जाए, उड़ी उड़ी जाए, उड़ी उड़ी जाए दिल की पतंग देखो, उड़ी उड़ी जाए। कहने को तो खेल है ये तेरा मेरा साझा, पर मेरा दिल है पतंग और तेरी नजर मांझा। मांझे से लिपटी ये पतंग जुड़ी जुड़ी जाए, उड़ी उड़ी जाए, उड़ी उड़ी जाए दिल की पतंग देखो, उड़ी उड़ी जाए। दो दिल उड़े ऊंचे आसमानों में जुड़े। मुझे कब था पता इसका, तेरे प्रेम का एक तारा मन में यूं पल पल बाजेगा। मुझे कब थी खबर इसकी, मेरे मन के सिंहासन पर तू सदा को यूं विराजेगा। कोई भी कठिनाई हो या कोई हो मजबूरी, तेरी मेरी एक भी पल होवे नहीं दूरी। माझे से लिपटी ये पतंग जुड़ी जुड़ी जाए, उड़ी उड़ी जाए, उड़ी उड़ी जाए दिल की पतंग देखो, उड़ी उड़ी जाए। ये जो पतंग है तेरे ही संग है, तेरी ही ओर देख मुड़ी मुड़ी जाए। दो दिल उड़े ऊंचे आसमानों में जुड़े। ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കാനായി ഇവിടെ എത്തിച്ചേർന്നു. ഏവർക്കും നമസ്കാരം. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കാനായി ഇവിടെ എത്തിച്ചേർന്നത് ബഹുമാന്യനും നമുക്കേവർക്കും സുപരിചിതനുമായ ശ്രീ ആന്റണി പൈലിത്തറയാണ്. എളംകുളം ഡിവിഷൻ കൗൺസിലറായി സ്ഥാനം വഹിക്കുന്ന അദ്ദേഹം നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായിരുന്നു. തിരക്കുകൾക്കിടയിലും നമ്മുടെ സ്കൂളിന് വേണ്ടി സമയം കണ്ടെത്തിയ അദ്ദേഹത്തിന് നേരത്തെ പോകേണ്ടതായി വന്നു. എങ്കിലും അദ്ദേഹത്തിന് ഈ അവസരത്തിൽ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് രൂപ ജോർജ് മേഡമാണ്. വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വ്യക്തി കൂടിയാണ് നമ്മുടെ രൂപ മേഡം. നമ്മുടെ സ്കൂളിനോട് മേഡം കാണിക്കുന്ന സ്നേഹവും കരുതലും നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. നമുക്ക് വേണ്ടി കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ഡാൻസ് പെർഫോമൻസും മേഡം ചെയ്യുകയുണ്ടായി. കുട്ടികളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് സഹായങ്ങൾ നൽകുന്നതിനും നല്ല ജീവിത മൂല്യങ്ങളെ പറ്റിയെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും രൂപയുടെ കാണിക്കുന്ന സന്മനസ്സിനെ നന്ദി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മോടൊപ്പം സഹകരിക്കുന്നതിൽ സദാ തൽപരയായിരുന്നു നമ്മുടെ ഡിവിഷൻ കൗൺസിലർ കൂടിയായ സുജ ലോലപ്പൻ. മാഡത്തിനും വളരെ പെട്ടെന്ന് തന്നെ പോകേണ്ടി വന്നു. വളരെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലാണ് മാഡം ഇവിടെ എത്തിച്ചേർന്നിരുന്നത്. ആയതിനാൽ സുജ ലോലപ്പൻ കൗൺസിലർക്ക് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് നമ്മുടെ പ്രിയങ്കരിയായ HM രാജി മാഡമാണ്. ചുറുചുറുക്കോടും ഊർജ്ജസ്വലതയോടും കൂടി സ്കൂളിന്റെ വളർച്ചയ്ക്കായി ഞങ്ങളെ ദിനം തോറും
നയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ രാജി മാഡത്തിന് പ്രത്യേകമായി നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സന്നിഹിതനായിരിക്കുന്ന PTA പ്രസിഡന്റ് തോമസ് ആക്കനാഥിനും മറ്റു PTA മെമ്പേഴ്സിനും നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ ചടങ്ങ് ഭംഗിയാക്കാൻ എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകർ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അവർക്കും ഇവിടെ മനോഹരമായി പരിപാടികൾ അവതരിപ്പിച്ച കുഞ്ഞുങ്ങൾക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. ഇത്രയും നേരം അച്ചടക്കത്തോടു കൂടിയിരുന്ന് ഈ ചടങ്ങ് ആസ്വദിച്ച് അത് വിജയകരമാക്കി തീർത്ത നമ്മുടെ പ്രിയ കുട്ടികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ബിൻസി ടീച്ചർ. നമുക്ക് എല്ലാവർക്കും ദേശീയ ഗാനത്തിനായിട്ട് എഴുന്നേറ്റ് നിൽക്കാം.